കുഞ്ഞുലക്ഷ്മി, ഇന്ന് കുഞ്ഞുലക്ഷ്മി ഈ ഡ്രസ് ഇടാന്ന് എനിക്കറിയായിരുന്നു. അതെങ്ങനെയാ? കുട്ടിക്ക് ജ്യോതിഷം വശമുണ്ടോ? അതൊന്നുമല്ല, പക്ഷെ എനിക്കറിയാം. ഈ ഡ്രസ് എനിക്ക് വലിയ ഇഷ്ടാ. എന്നാ വീട്ടിൽ പറയ് ഒരു ജോഡി വാങ്ങി തരാൻ. ഈ കുഞ്ഞുലക്ഷ്മിക്ക് എപ്പോഴും എന്നെ കളിയാക്കല. ഞാൻ പോട്ടെ സുരേഷേ. കുഞ്ഞുലക്ഷ്മി, ഞാൻ കുഞ്ഞുലക്ഷ്മിക്ക് ഒരു സാധനം കൊണ്ടുവന്നുണ്ട്. സ്പ്രേയാ. അച്ഛൻ കുവൈറ്റിന്ന് കൊടുത്തയച്ചാ. ഇത് വാങ്ങണം. നിർബന്ധാണോ? എന്നാ സുരേഷ് ഇവിടെ നിൽക്ക്. ഞാൻ ഏട്ടന്മാരോടും ചോദിച്ചിട്ട് വരാം. അവര് പ്രിൻസിപ്പാളിന്റെ റൂമിലുണ്ട്. എന്നാ പിന്നെ കാണാം. പിന്നെ കാണണേ. ലാബിന്റെ ഒരു ഭാഗം മഴ പെയ്താൽ കുറച്ച് ചോർച്ചയുണ്ട്. അതിന്റെ മെയിന്റനൻസ് നടത്താറായിരിക്കും. അതിലിപ്പോ മഴ പെയ്യുന്നില്ലല്ലോ. ഇല്ല, മഴ പെയ്യുമ്പോ. നാട്ടിൽ എവിടെയാ പ്രിൻസിപ്പളെ ഇപ്പൊ മഴ? ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ കാര്യം ഇതേവരെ ഒന്നും ചെയ്തില്ല. കുട്ടികൾ സമരം നടത്തുമെന്ന് ഭീഷണി വരെ ഉണ്ട്. ആ കളി തന്നെ കളിക്കണമെന്ന് നിർബന്ധമുണ്ടോ? കുട്ടികൾ പഠിക്കാനല്ലേ കോളേജിലേക്ക് വരണത്, കളിക്കാനൊന്നും അല്ലല്ലോ. ഇനി അത്ര മോഹാണെങ്കിൽ പണച്ചെലവില്ലാത്ത എത്രയോ കളികൾ വേറെ കിടക്കണു. ഓലപ്പന്തോ, കിളിമാസ് കളിക്ക്, ഓടിപ്രാന്തി കളിക്ക്. ആ ഭ്രാന്തം കളി താൻ തന്നെ കൊണ്ട് കളിച്ചാൽ മതി. ഇത് നഴ്സറി സ്കൂളല്ല. അപ്പോഴേ പ്രിൻസിപ്പളെ, നമ്മുടെ കോളേജിന്റെ പുറകിലത്തെ പറമ്പില് ഇക്കുറി തെങ്ങ് കയറിയപ്പോ എത്ര തേങ്ങ കിട്ടിയെന്ന് അറിയോ? കുട്ടികൾ വല്ലാണ്ട് കരിക്കിട്ട് പോകുന്നുണ്ട്. അതിലൊരു ശ്രദ്ധ വേണം. അതിന് ഞാനിപ്പോ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. തേങ്ങയ്ക്ക് വിലയുള്ള കാലമാ. പ്രിൻസിപ്പാളിന് മനസ്സിലാവുണ്ടല്ലോ. ആ പിന്നെ പ്രിൻസിപ്പാളെ, ഈ കോളേജിൽ RSS NSS ഒന്നുമില്ലേ കുട്ടികളുടെ? NSS, നാഷണൽ സർവീസ് സ്കീം. അവരെ കൊണ്ട് കോളേജിന്റെ ചുറ്റുപാടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വൃത്തിയാക്കിക്കണം. അങ്ങനെ വരട്ടെ. അപ്പോ ആ തേങ്ങയുടെ കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പാളിന് ഓർമ്മയുണ്ടല്ലോ? അതോ ഞാൻ രണ്ടാമത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കണോ? അടിയോടി ഒരു നിമിഷം. ഈ കുറുപ്പന്മാരുടെ കൂട്ടത്തിൽ താൻ പെടൂല്ലോ അല്ലേ? ഭരണമൊക്കെ കുറുപ്പന്മാരുടെ മാത്രം മതി കേട്ടോ. വേറെ വിശേഷമൊന്നുമില്ല. ഇല്ലിറ്ററേറ്റ് ഫൂൾസ്, കുറെ കുറുപ്പന്മാരിറങ്ങിയിരിക്കുന്നു. പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ കാര്യസ്ഥനാണെന്ന വിചാരം. സാർ, എന്താണോ? എന്റെ കാര്യത്തിന് വല്ല മാറ്റം ഉണ്ടോ അതറിയാൻ. ഉണ്ട്, മാറ്റമുണ്ട്. ഇനി താൻ തീരെ ഇങ്ങോട്ട് കയറണ്ട. പുതിയ പിയൂൺ വരുന്നുണ്ട്. ഈ വാമദേവക്കുറുപ്പ് മെമ്മോറിയൽ കോളേജ്. കോളേജിൽ എന്താ കാര്യം? അവിടെ ഒരു പ്യൂൺ. കോളേജിലെ പ്യൂൺ. വാമദേവക്കുറുപ്പ് മെമ്മോറിയൽ കോളേജിലെ പ്യൂൺ. ഞാൻ കോളേജ് വഴിക്കാ പോതാ. കാണിച്ചു തരാം. ഞാനും ഉണ്ടാവും വഴിക്ക്. അപ്പൊ ഞാനും വരട്ടെ. നീയും വാ. പെരുവണ്ണാവൂരെത്തിയോ? ഇതാ പെരുവണ്ണാവൂരം. കോളേജിലേക്ക് ഇതിലെയാണ് പോകുന്നത്. ഷോർട്ട് കട്ടാ, കുറച്ച് ദൂരമുണ്ട്. സാരമില്ല, കൊച്ചുവർത്താനം പറഞ്ഞു പോവാം. അയ്യോ, എന്താ ഈ നിൽക്കുന്ന ആരാണെന്ന് അറിയാവോ? ഇല്ല, ഞാൻ പോട്ടെ. ഇതാണ് പപ്പൻ, റൗഡി. മുമ്പ് കോളേജിലായിരുന്നു ജോലി. അതിനെനിക്കെന്താ? നിനക്കെന്താണോ? ഇവന് പകരം അവിടെ കയറി കൂടി ജീവിക്കാൻ നിനക്കൊരു മോഹം ഉണ്ടെങ്കിൽ അറുത്ത് കളയും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചവിട്ടിട്ട് മതി മനസ്സിലായിക്കോളൂ. വേറെ എവിടെങ്കിലും പണിക്ക് ശ്രമിക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്തൊരു കഷ്ടമായിരുന്നു. ഞാൻ ഇവിടുത്തെ കോളേജിലെ പ്യൂൺ ഗോപാലിന്റെ അളിയനാ, അല്ലാതെ പണിക്കൊന്നും വന്നതല്ല. താങ്കൾക്ക് ഇത് നേരത്തെ പറയാൻ മേലായിരുന്നോ? അത് സമ്മതിക്കണ്ടേ? സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോ. അല്ല, ഈ കാവുംപാട്ടയ്ക്ക് ഇത് തന്നെ. ഇതില് നേരെ പോയ കാവുംപാട്ട് ഉമർത്തെത്തും. എവിടെ നിന്ന് വരുന്നു? കുറച്ച് തെക്കുന്ന. മുൻപ് കണ്ടിട്ടുള്ളത് പോലെ നല്ല മുഖപരിചയം. വഴിയില്ല, ഞാനിവിടെ ആദ്യമായിട്ടാ. പിന്നെ ശിവരാത്രിയോടെ പുറത്ത് വെച്ചായിരിക്കും. എല്ലാവരും ഇങ്ങോട്ട് നോക്കി. സ്വല്പം കൊണ്ടൊന്നും ചേർന്നിരുന്നേ. കുട്ടി അനങ്ങരുത്. അനങ്ങാതിരിക്കണ്ടോ നീ? മുത്തശ്ശി അനങ്ങല്ലേ? റെഡി. ആരും അനങ്ങല്ലേ? അടിയോടി ഇല്ലടോ. ഞാനിവിടെ ഉണ്ട്. എന്നെ ഇവിടെ കുഴിച്ചിട്ടുണ്ട്. റെഡി, സ്മൈൽ. ഇത് ഏതാണ് ഇയാള്? ഒന്ന് മാറിയടോ. താനാരാ? ഗുരുവായൂരിന്ന് വരിക. കൃഷ്ണൻ നമ്പീശന്റെ ആളാ. സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ ആളായാലും അങ്ങോട്ട് മാറിക്ക്. ഫോട്ടോ പിടിക്കുന്നത് കണ്ടില്ലേ? സ്മൈൽ പ്ലീസ്. ഓക്കെ, താങ്ക് യു. ഫോട്ടോ ശരിക്കും പറഞ്ഞിട്ടില്ലല്ലോ. ഫോട്ടോ മറ്റന്നാളെ എത്തിക്കാം. സാർ, കൃഷ്ണൻ നമ്പീശ്വർ കത്ത് തന്നയച്ചിട്ടുണ്ട്. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? ആരാ ഇയാള്? കോളേജിലെ പുതിയ ശിവായി. നമ്മുടെ മേക്കായിട്ട് നമ്പീശൻ അയച്ചതാ. ബാക്കി തുകയുടെ കാര്യം ശമ്പളത്തിൽ നിന്ന് പിടിച്ച് കഴിയുന്ന മേം തന്നോളാം. കഴിയുന്നതും വേഗം എന്ന് വെച്ചാൽ മാസത്തിൽ 2 വട്ടം ശമ്പളം ഒന്നുമില്ലല്ലോ. ഈ കാൾസറായും വേഷമൊക്കെ ഒന്ന് മാറ്റണം. കോളേജിൽ പഠിപ്പിക്കാനെന്നല്ലോ വരണത്, ശിവായി പണിക്കല്ലേ.
അടിയോടി പറഞ്ഞതാ ശരി. മാറ്റിക്കോളാം. എവിടെയാ സ്വദേശം എന്ന് പറഞ്ഞത്? ഗുരുവായൂരെടുത്താ. അവിടെ അടുത്തൊരു കാവിൽ ഉത്സവത്തിന് കൊണ്ടുവന്നപ്പോ നമ്മുടെ തൃപ്പൂണിത്തുറ കേശവനെ ഇടഞ്ഞു എന്ന് പറഞ്ഞു കേട്ടല്ലോ, അറിയൂ? അയ്യോ, അറിയില്ല. ആ പിന്നെ താൻ എവിടാ താമസിക്കാൻ പോന്നേ? എനിക്കിവിടെ ആരെയും പരിചയമില്ല. നമ്പീശിന് ആ കാര്യം കൂടി എഴുത്തിൽ സൂചിപ്പിക്കാന്ന് പറഞ്ഞിരുന്നു. അടിയോടി, നമ്മുടെ പീടികയുടെ മുകളിലെ ഒറ്റമുറിയില്ലേ, അതങ്ങ് തുറന്നു കൊടുത്താലോ? എന്നാ അടിയോടിയുടെ ഒപ്പം ചെല്ല്. വാടകയായിട്ട് ഒരു 50 ഉറുപ്പിക മാസാമാസം അടിയോടി ഏൽപ്പിച്ചേ. വലിയ ഉപകാരം. അങ്ങനെ ഏൽപ്പിക്കുന്നോണ്ട് വൈക്ലബ്യൊന്നും ഇല്ലല്ലോ. വാ. ആ പ്രായമായ സ്ത്രീയെ ശ്രദ്ധിച്ചില്ലേ? അവർക്ക് മക്കള് 3 ആയിരുന്നു. 2 ആണും 1 പെണ്ണും. മൂത്തയാള് ആദ്യം പോയി. ഇളയാള് വാമദേവ കുറുപ്പ്. കുറുപ്പിന്റെ പേരില കോളേജ്. നല്ല പ്രായത്തിൽ ദുർമരണം നടന്നു. ഈ തള്ളയുടെ മോളുടെ മക്കളാ കുറുപ്പന്മാർ 5. പിന്നൊരു പെണ്ണും, കുഞ്ഞിലക്ഷ്മി. താൻ കണ്ടു കാണും ആ കുട്ടിയെ? ഒരു നോട്ടം കണ്ടു. അത്രയും മതി. പിന്നെ തറവാടെന്ന് വെച്ച സ്ഥാനികളായ ആൾക്കാരാ. പഴയ നാട്ടുരാജാക്കന്മാരുടെ താവഴിയാണേ. ഇപ്പൊ ഒന്നിനും ഒരു കുറവില്ല. മൂക്കിന്റെ അറ്റത്താ കോപം എല്ലാത്തിനും. അതുകൊണ്ട് തന്നോട് പറയാനുള്ള എന്താ വെച്ചാ എല്ലാം കണ്ടും കേട്ടും നിക്ക. അപ്പുണ്ണേ 2 ചായ ഇടോ. ചായക്ക് പാലില്ലല്ലോ അടിയോടി. തന്റെ കടയിൽ എപ്പോഴുണ്ടോ പാലുണ്ടാവുക? ആരാ കൂടെ പുതിയൊരാള്? നമ്മുടെ കോളേജിൽ പുതിയതായി വന്ന പിയൂണാ. ഇയാളുടെ പേര് ഞാൻ മറന്നു. ശിവശങ്കരൻ. വരിക. ഒരാൾക്ക് കഴിയാൻ ഇത് ധാരാളാ. കിടക്കാൻ എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരും. പിന്നെ ആഹാരത്തിന്റെ കാര്യം. താഴെ പുണ്യാരെ കടയുണ്ടല്ലോ. കോളേജ് ഇവിടെ അടുത്താ? അടുത്ത് തന്നെയാ. ഒരു 10 മിനിറ്റിന്റെ നടത്തം. പിന്നെ തനിക്ക് പ്രാഥമിക കാര്യങ്ങൾ എന്തെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിൽ കുളക്കരയിലേക്ക് പോവാം. അമ്പലക്കുള, നല്ല വെള്ളം. വലിയ ഉപകാരം. ആ പിന്നെ നോക്കിയും കണ്ടു നിന്നാ തനിക്ക് നല്ലത്. ഈ സ്ഥലം അത്ര ശരിയല്ല. സ്നേഹിച്ച ഉയിര് കൊടുക്കും, വെറുത്ത കൊടലെടുക്കും. അതാ ഞങ്ങൾ പെരുവണ്ണാപുരത്തുകാരുടെ ഒരു രീതി. അന്യ നാട്ടുകാരിവിടെ വന്നാല് അധികകാലം നിൽക്കാറില്ല. പെട്ടെന്നങ്ങ് മതിയാവും. എനിക്ക് എല്ലാ നാടും ഒരുപോലെയാ. ഇവിടെ വന്നപ്പോ കുറെ നല്ല ആളുകളുടെ ഒരു നല്ല നാട്ടിൻപുറം പോലെ എനിക്ക് തോന്നിയത്. ആദ്യത്തെ തോന്നലൊക്കെ പിന്നീട് അങ്ങോട്ട് മാറിക്കോളൂ. അപ്പൊ പറ്റ് ഇന്ന് തുടങ്ങണോ അതോ? വേണ്ട, നാളെ പോലെ ആവാം. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. കല്യാണം കഴിച്ചാണോ? ദേ ഇവിടെ. ഇല്ല. ജോലിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി കല്യാണമൊക്കെ ആവാലോ. ഇയാളൊരു സെക്കൻഡ് ഇനി മടക്കരുത്. ഉടൻ സ്ഥലം കാര്യാക്കണം. എന്താ പ്രശ്നം? പ്രശ്നമാണ്. നിങ്ങൾ നിങ്ങളെ മുറിയിലേക്ക് പോകണം. എന്താ PCP കാര്യം? പപ്പൻ വരുന്നുണ്ട്. പപ്പന്റെ കണ്ടീഷൻ കുറച്ച് മോശ. ഇയാളെ കാണാതെ പോയില്ലെന്നാ പറയുന്നത്. പപ്പൻ കള്ളുടിച്ചാലത്തെ സ്ഥിതി നമുക്ക് ഉണ്ടാക്കും, അറിയാലോ. അയാൾ വരട്ടെ, ഞാൻ എന്തിനാ പോകുന്നത്? എടാ, മരണത്തെ പേടിയില്ലാത്ത മനുഷ്യനുണ്ടോ? പിന്നെ പപ്പന്റെ കയ്യിൽ ഇന്ന് നീളത്തില മലപ്പുറം കത്തിയൊന്ന് അതാ കൊണ്ടായിരുന്നു. പപ്പ തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. സ്ഥിതി ആകെ ബോറാണ്. എന്ത് സംഭവിക്കുന്നത് ദൈവത്തിനെ അറിയൂ. പൊന്നുമോനെ, നിനക്ക് ജീവനെ പേടിണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് പേടിണ്ട്. വരത്തന്മാരും ഇവിടെ കിടന്ന് വിലസാൻ എന്റെ കത്തി പിടിക്കരുത്. എന്റെ കത്തി പിടിക്കരുത്. എന്റെ സ്വഭാവം അറിയാമല്ലോ. പീടിയാണെങ്കിൽ എടുത്തോ. അവൻ പീടിയ തന്നെ ഉണ്ടോ? അവിടെ തന്നെ ഉണ്ട്. ഒന്നുകൂടെ മൂപ്പിക്കട്ടെ. ആണത്തോണ്ട് ഇറങ്ങി വാടാ. എന്റെ കസേരയെ കയറിയിരിക്കാൻ ഞാൻ ഒരുത്തനെ അനുവദിക്കില്ല. കസേര ഉണ്ടോടാ? ചിലപ്പോ കാണുമായിരിക്കും. അവന്റെ സ്വഭാവം നിനക്ക് അറിയാത്തോണ്ടാ. അവൻ ഇവിടുത്തെ റൗഡിയാ. നാളെ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? ഒന്ന് അകത്ത് പോ. വലിയൊരു പഴം ഒന്ന് കേക്ക് മോനെ. ജീവനിന്റെ പുല്ലെങ്കിലും പറഞ്ഞില്ല. അവനെ കിട്ടതാ. നീ പോയി കൊല്ലണ അവനെ. ജയിലിൽ ഇവൻ പോയിക്കോളൂ. സംഗതി ഏറ്റു. മതിയല്ലോ? മതി.
ഇനി 200 അടിക്കാം. TCP പോനെ വാ വാ